അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരും ആദരണീയരുമായ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള സാദാത്യങ്ങൾ, ബഹുമാന്യരും ആദരണീയരുമായ സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഉസ്താദുമാർ, സംഘടനാ സഹപ്രവർത്തകരായ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ 2025-26 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച പൂർത്തീകരിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 27-ാം തീയതിയായിരുന്നു സമ്പൂർണ്ണ കൗൺസിൽ യോഗത്തിൽ വെച്ച് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തത്. അതിനുശേഷം പ്രസിഡന്റ് നോമിനി ചെയ്യുന്ന ആളുകളാണ് സാധാരണ നിർവാഹക സമിതിയിൽ വരാറുള്ളത് എന്നതുപോലെ പുതിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. അഭ്യന്തരായ കൊടക് ഉസ്താദ് അവർകൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി. അപ്പോൾ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ കമ്മിറ്റി സംസ്ഥാന സാരഥികൾക്കൊരു സ്വീകരണം നൽകുക, അതോടൊപ്പം ഇവിടെ സ്വാഗത ആമുഖ ഭാഷണങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ സമർപ്പിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്നായി പല ആളുകൾ അവരുടെ എഴുത്തു മുഖേനയും വചനങ്ങൾ, വാക്കുകൾ മുഖേനയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ശരിയായ രൂപത്തിൽ സമൂഹത്തിലേക്ക് സമർപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത്, പല ആളുകളും കണ്ട നിങ്ങൾ അവിടെ നിൽക്കിൻ, കേട്ട ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന രൂപത്തിലാണ് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു. അഭിയന്തരായ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ അധ്യക്ഷതയിലാണ് കഴിഞ്ഞ 27-ാം തീയതി സെൻട്രൽ കൗൺസിലിൻ്റെ സമ്പൂർണ്ണ ജനറൽ ബോഡി യോഗം നടന്നത്. അവിടെ അഭിയന്തര MT ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെൻറ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി ഉസ്താദ് അടക്കമുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ 15ഓളം വരുന്ന മെമ്പർമാരിൽ നിന്ന് ഏതാനും മെമ്പർമാരൊക്കെ പങ്കെടുത്ത ബഹുമാനപ്പെട്ട മായിൻ ഹാജി, അതുപോലെ കോട്ടപ്പുറം അബ്ദുള്ള മാസ്റ്റർ, NAM സാർ അവർ അടക്കമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ആ സദസ്സിൽ നിന്ന് ഐക്യകണ്ഠേന ഒരാൾ പോലും എതിരഭിപ്രായം പറയാത്ത രൂപത്തിലാണ് ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിനെ പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ ഇന്നലെ സുപ്രഭാതം ദിനപത്രത്തിൽ ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ കൊടുത്ത റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കിയതാണ്. നമ്മളതിന് സാക്ഷികളായതാണ്. അവിടെ ഒരഭിപ്രായം മാത്രം പറയാനാണ് മായിൻ ഹാജി എഴുന്നേറ്റ് നിന്നത്. സാധാരണ നടക്കാറുള്ള ചടങ്ങുകളൊക്കെ നടന്നു, അഥവാ സ്വാഗത ഭാഷണം, ഉദ്ഘാടന ഭാഷണം, അധ്യക്ഷ ഭാഷണം, അതിനുശേഷം കണക്കുകൾ അവതരിപ്പിച്ചു, റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിനുശേഷം മാനേജർ, ജമിയത്തുൽ മുഅല്ലിമീൻ്റെ മാനേജർ ബഹുമാന്യനായ അബൂബക്കർ ഉസ്താദ് അവർ MA ചേളാരി എന്നറിയപ്പെടുന്ന വ്യക്തിത്വം എഴുന്നേറ്റ് നിന്ന് ഇനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുകയും സദസ്സിൽ നിന്ന് വാക്കോട് ഉസ്താദിൻ്റെ പേര് പറയുകയും ചെയ്തു. അങ്ങനെ സദസ്സിൽ നിന്ന് തന്നെ തക്ബീർ ചൊല്ലി. അതിനുശേഷം മായിൻ ഹാജി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്കൊരഭിപ്രായമുണ്ട്, അതിനോട് എനിക്ക് എതിരുണ്ട് എന്നല്ല പറഞ്ഞത്, എനിക്കൊരഭിപ്രായമുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായത്തെ സമർപ്പിക്കുകയാണ്, ബഹാവുദ്ദീൻ ഉസ്താദിനെ തന്നെ പ്രസിഡൻ്റായി നിലനിർത്തലാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട MA ചേളാരി ഉസ്താദ് അവർ വീണ്ടും മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് 2 പേരാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ഒന്ന് വാക്കോട് ഉസ്താദാണ്, മറ്റൊന്ന് ബഹാവുദ്ദീൻ ഉസ്താദാണ്. ഈ 2-ൽ ആരെ വേണം എന്ന് കൗൺസിലിനോട് ചോദിക്കുകയും ഉടനെ തന്നെ കൗൺസിൽ ഒന്നിച്ച് ഒരാൾ പോലും എതിരഭിപ്രായം പറഞ്ഞില്ല എന്ന രൂപത്തിൽ എല്ലാവരും വാക്കോട് ഉസ്താദിൻ്റെ പേര് പറയുകയും തക്ബീർ ചൊല്ലി അത് MA ഉസ്താദ് തന്നെ മൈക്കിലൂടെ പാസ്സാക്കിയതായി അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. സയ്യിദുൽ ഉലമ ഇരുത്തി ഞാൻ ദീർഘമായി സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷവും കണ്ട ഒരു അനുഭവം പറയാം. കഴിഞ്ഞ വർഷവും കൗൺസിൽ യോഗം നടന്ന സമയത്ത് ചേളാരി ഓഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും സമ്പൂർണ്ണ കൗൺസിൽ നടന്നത്. അന്നും ഇതുപോലെ വാക്കോട് ഉസ്താദിനെ സദസ്സ് അഭിപ്രായപ്പെട്ടു, ബഹാവുദ്ദീൻ ഉസ്താദിനെയും സദസ്സ് അഭിപ്രായപ്പെട്ടു. എന്നാൽ വാക്കോട് ഉസ്താദ് വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ അതിന് നിൽക്കുന്നില്ല,
നിങ്ങൾ വഹാബുദ്ദീൻ ഉസ്താദിനെ ആക്കിക്കോളി, ഞാൻ അതിന് പിന്തിരിയാണ് എന്ന് പറഞ്ഞു. വാക്കോട് ഉസ്താദ് സ്വയം അതിന് പിന്മാറിയപ്പോൾ മഹാനായ MT ഉസ്താദ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, വാക്കോട് ഉസ്താദിനെയാണ് നിങ്ങളൊക്കെ അഭിപ്രായപ്പെട്ടത്, അതോടൊപ്പം ബഹാവുദ്ദീൻ ഉസ്താദിനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വാക്കോട് ഉസ്താദ് സ്വയം അതിനില്ല എന്ന് പിന്മാറിയ അവസ്ഥക്ക് ഇനി നമ്മൾ ബഹാവുദ്ദീൻ ഉസ്താദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വർഷത്തെയും കൗൺസിൽ പൂർത്തിയായത് എന്ന അനുഭവം നിങ്ങളോട് സൂചിപ്പിക്കാൻ. അതേ രൂപത്തിൽ ഈ വർഷം ബഹാവുദ്ദീൻ ഉസ്താദിന്റെ പേരും വാക്കോട് ഉസ്താദിന്റെ പേരും പറഞ്ഞപ്പോൾ ബഹാവുദ്ദീൻ ഉസ്താദ് എൻ്റെ തൊട്ടടുത്തായി ഇരുന്നത്. അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് കാലിന് ചെറിയ വേദന ഉണ്ട് എന്നാൽ പോലും അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, മൂപ്പരൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വാക്കോട് ഉസ്താദൻ ആയിക്കോട്ടെ എന്ന് ബഹാവുദ്ദീൻ ഉസ്താദ് തന്നെ പറഞ്ഞതാണ്. എന്നിട്ടാണ് അതിനെതിരെ കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ ദീർഘമായി ആ വിഷയത്തെക്കുറിച്ച് പറയല്ല. സാന്ദർഭികമായ ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, മാനേജ്മെന്റിനിടയിലും അതുപോലെ മുഅല്ലിം സുഹൃത്തുക്കൾക്കിടയിലും ഛിദ്രതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും കുതന്ത്രങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ജനറൽ ബോഡി ചേരുമ്പോൾ അവിടേക്ക് മാനേജ്മെന്റിനെ വിളിക്കാറില്ല എന്ന ആക്ഷേപസ്വരം. എന്നാൽ കൃത്യമായി ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘത്തിന്റെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് സൂചിപ്പിക്കട്ടെ, ഈ ഇരിക്കുന്ന മുഅല്ലിം സുഹൃത്തുക്കളിൽ ഒരു 91 റേഞ്ചിന്റെ ഭാരവാഹികൾ നമ്മുടെ ഈസ്റ്റ് ജില്ലയിൽ ഉള്ളവരുണ്ട്. ഓരോ ജനറൽ ബോഡിയും നടക്കാറുള്ളത് അഥവാ റേഞ്ച് യോഗം എന്ന പേരിൽ റേഞ്ച് ജനറൽ ബോഡി നടക്കാറുള്ളത്, ആ റേഞ്ച് ജനറൽ ബോഡിയിലേക്ക് ഓരോ മദ്രസയിലും ഉസ്താദുമാർ പങ്കെടുക്കുന്നതോടൊപ്പം ആ മദ്രസയിലെ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നിവരെ കൂടി നിങ്ങൾ പങ്കെടുപ്പിക്കണമെന്ന് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലെ ഓരോ തവണയും അതാത് റേഞ്ചിന്റെ സെക്രട്ടറി സദർ ഉസ്താദുമാരെ അറിയിക്കുകയും അതടിസ്ഥാനത്ത് മാനേജ്മെന്റിന്റെ ഭാരവാഹികൾ റേഞ്ച് യോഗത്തിൽ പങ്കെടുക്കാറുമുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ ഹാജരുണ്ടാവാറില്ല എന്നാൽ പോലും അങ്ങനെയാണ് നടന്നു വരാറുള്ളത്. പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത്, ചില റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ജനബോഡി യോഗം നടക്കുമ്പോൾ തന്നെയാണ് മാനേജ്മെന്റിൽ നിന്ന് കൃത്യമായി പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അടക്കമുള്ള ആളുകൾ മദ്രസാ തലങ്ങളിൽ നിന്ന് വന്ന് അവർക്ക് സ്പെഷ്യലായി ഒരു യോഗം നടക്കാറുള്ളത്. ഞാൻ ദീർഘമായി പറയല്ല, വട്ടത്തൂർ റേഞ്ചിൽ അത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. വട്ടത്തൂർ റേഞ്ച് പോലത്തെ ഒരുപാട് റേഞ്ചിന്റെ കീഴിൽ മാനേജ്മെന്റിന്റെ യോഗം, ഉസ്താദുമാരുടെ ജനബോഡി യോഗം നടക്കുന്ന അതേ സമയത്ത് തന്നെ അഥവാ ദുആ കഴിഞ്ഞ് സ്വാഗതം കഴിഞ്ഞ് അതിൻ്റെ അജണ്ടകൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ മാനേജ്മെന്റിന്റെ ഒരു യോഗം അതേ മദ്രസയിൽ തന്നെ നടക്കാറുണ്ട്. അതുപോലെ ഉസ്താദുമാരുടെ യോഗവും അതേ മദ്രസയിൽ തന്നെ നടക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ കുപ്രചരണങ്ങൾ മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ റേഞ്ചിൽ ചോദിച്ചു, നമ്മൾ മാനേജ്മെന്റ് വിളിക്കാത്ത ഏതെങ്കിലും ഒരു ജനബോഡി ഉണ്ടായിട്ടുണ്ടോ മാനേജ്മെന്റിനോട്? ഇരിക്കട്ടെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. നമുക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വരുന്നവരെ നമ്മൾ തിരിച്ചറിയണം. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന അധ്യാപനം അല്ലാഹുവിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടത്താൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം സയ്യിദുൽ ഉലമയെ ഇരുത്തി നീണ്ടുപോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അഭിയന്തരായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ ഉസ്താദ് അവറുകളെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.